സംഘർഷങ്ങളെ തുടർന്ന് കേരള സർവകലാശാല കലോത്സവം നിർത്തിവച്ചത് ഓർമ്മയുണ്ടാകും. നിരവധി മത്സരാർത്ഥികളും രക്ഷിതാക്കളും ഇതോടെ ദുരിതത്തിലായി എന്ന വാർത്ത വരുന്നു. കലോത്സവത്തിൻ്റെ തുടക്കം മുതൽ അടിക്കടി ഉണ്ടായ പ്രതിഷേധങ്ങളും തർക്കങ്ങളും പരിപാടികൾ മണിക്കൂറുകളോളം വൈകിപ്പിക്കാൻ കാരണമായി. കോഴ ആരോപണത്തെ തുടർന്ന് നിർത്തിവെച്ച മാർഗംകളി മത്സരം ഉൾപ്പെടെ നിരവധി മത്സരാർത്ഥികൾക്ക് വേദിയിൽ ചൂടുവയ്ക്കാൻ കഴിഞ്ഞില്ല. റിപ്പോർട്ട് ഫ്രം ട്രിവാൻഡ്രം. അപ്പീൽ പോയ മത്സരാർത്ഥികൾ, ഫലം കാത്തിരുന്ന മത്സരാർത്ഥികൾ, സംഘനൃത്തം ഉൾപ്പെടെയുള്ളവ അവതരിപ്പിക്കാൻ മണിക്കൂറുകളായി ഒരുങ്ങിയിരുന്ന മത്സരാർത്ഥികൾ, ഇവരെല്ലാം VCയുടെ പ്രഖ്യാപനത്തിലൂടെ നിരാശരായി. നമ്മൾ പെൺകുട്ടികളാണ്, 24 മണിക്കൂർ കോസ്റ്റ്യൂമും ഇട്ട് ഇത്രയും ഹെവി മേക്കപ്പ് ഇട്ട് നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുണ്ട്. രാത്രിത്തെ ഫുഡ് കഴിച്ചിട്ടില്ല, രാവിലെ ഒന്നും കഴിച്ചില്ല, ഉച്ചയ്ക്ക് ഞങ്ങൾ ഒരു വടയുടെ ബലം കാരണം ഞങ്ങൾക്ക് ആർക്കും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഒരു വിഭാഗം ആളുകൾ കലോത്സവം എങ്ങനെയും അലമ്പാക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒടുവിൽ നൃത്തം അവർ പ്രതിഷേധമാക്കി. ഭരതനാട്യവും കുച്ചിപ്പുടിയും തുടങ്ങി 7 മത്സരങ്ങളിൽ പങ്കെടുത്ത് 2 ഇനങ്ങളിൽ 1ാം സമ്മാനവും നേടിയ ഭാഗ്യയ്ക്ക് പറയാനുള്ളത് ഇങ്ങനെ. കുറേ ലാഗൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഉറക്കത്തിൻ്റെ ഒക്കെ പ്രശ്നമുണ്ട്. ഞാൻ ഫോക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ 3 മണിക്ക് വെളുപ്പിനെ 3 മണിക്കൊക്കെയാണ് ചെയ്തത്. രാവിലെയൊക്കെ നടത്തേണ്ട പരിപാടിയാണ്, അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു. കല എന്ന് പറയുന്നത് ഭയങ്കര ആസ്വദിച്ച് ചെയ്യേണ്ട ഒരു സംഭവമാണ്, അപ്പം ആ ഒരു അറ്റ്മോസ്ഫിയർ ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മക്കളെ മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ കൊണ്ടുവന്ന രക്ഷിതാക്കളും വികാരഭരിതരായി. അവർ കുട്ടികളല്ലേ, അവർ മനുഷ്യരല്ലേ. ഞങ്ങൾ രാവിലെ വന്നതാ, ഇന്നലെ രാവിലെ ഉടുത്തിരിക്കുന്ന വസ്ത്രം പോലും ഞങ്ങൾ മാറിയിട്ടില്ല. കലോത്സവം മാറ്റിവെച്ചതിൽ കാണികളായി എത്തിയ വിദ്യാർത്ഥികൾക്കും പരിഭവം തന്നെ. ഫുള്ളായിട്ട് അടിയായിട്ട് നടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പരിപാടി നടക്കാനാ? അവരെ നിർത്തിവെക്കുന്നതല്ലേ നല്ലത്. ആ പരിപാടി നിർത്തിവെച്ചതൊട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ഇപ്പം ഇത്രയും പിള്ളേർ ഇത്രയും ദൂരത്തൊക്കെ വന്ന് നിൽക്കുന്നില്ല. ഇത്രയും ഇവർ പെട്ടെന്ന് നടക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർക്ക് ഭയങ്കര വിഷമമായി. കാരണം ദൂരം നിന്നൊക്കെ നല്ല പിള്ളേർ വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ തലേ ദിവസമേ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു മേക്കപ്പ് ഒക്കെ ഇട്ട് നിൽക്കുവാണ്, പെട്ടെന്ന് അവരിങ്ങനെയൊക്കെ തീരുമാനിച്ച് അവർക്ക് ഭയങ്കര വിഷമമായി എന്നൊക്കെ പറഞ്ഞു. അത് നടക്കാതെ പോയ മത്സരങ്ങൾ ഇനി നടക്കുമോ എന്ന ആശങ്കയിലാണ് മത്സരാർത്ഥികളും രക്ഷിതാക്കളും. എന്നാൽ മത്സരങ്ങൾ മുഴുവൻ നടത്തുമെന്നാണ് സംഘാടകരും സർവകലാശാല യൂണിയൻ ഭാരവാഹികളും അറിയിക്കുന്നത്. 24 തിരുവനന്തപുരം.